2025 നവംബർ 1 കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടല്ലോ. എങ്ങനെയാണ് കേരളം ഈ നേട്ടം കൈവരിച്ചത് എന്ന് സർക്കാർ കണക്കുകൾ നിരത്തി അവകാശപ്പെടുമ്പോൾ ഈ കണക്കുകൾ യഥാർത്ഥമല്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ അവകാശവാദത്തിനും പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്കും കാരണമായ വസ്തുതകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യ പരിരക്ഷ, വിദ്യാഭ്യാസം തുടങ്ങി ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും താങ്ങാനാവാത്ത അവസ്ഥയാണ് അതിദാരിദ്ര്യം. ലോകബാങ്കിന്റെ നിർവചനം അനുസരിച്ച് പ്രതിദിനം 180 രൂപയിൽ താഴെ വരുമാനത്തോടെ ജീവിക്കുന്നവരാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യയുടെ ബഹുമുഖ ദാരിദ്ര്യ സൂചിക, അതായത് മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് MPI പ്രകാരം പോഷകാഹാരം, ഭവനം, ശുചിത്വം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നീ അടിസ്ഥാന ആവശ്യങ്ങൾ ഇല്ലാത്തത് അതിദാരിദ്ര്യമായി പരിഗണിക്കുന്നതാണ്. അതിജീവനത്തിന് ഭക്ഷണം, ആരോഗ്യം, സുരക്ഷിത വാസസ്ഥലം, വരുമാനം ഇവയെല്ലാം ലഭ്യമല്ലാത്തവരും ഇതുവരെ ഒരു സർക്കാർ പദ്ധതിയുടെ പോലും ഗുണഭോക്താക്കളായി വരാത്തവരുമായ ജനങ്ങളെ കണ്ടെത്തി അവർക്ക് അതിജീവനത്തിന് പിന്തുണ നൽകി എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. 2021 സംസ്ഥാന സർക്കാർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോജക്റ്റ് അഥവാ EPEP ആരംഭിച്ചു. തദ്ദേശ പഞ്ചായത്തുകളോടൊപ്പം ആശാവർക്കർമാർ, അങ്കണവാടി പ്രവർത്തകർ ഉൾപ്പെടെ സ്ത്രീകളുടെ സ്വയം സഹായ ശൃംഖലകൾ പങ്കാളികളായുള്ള കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ താഴെത്തട്ടിൽ സർവേ നടത്തിയാണ് ഈ പരിപാടി ആരംഭിച്ചത്. ഈ സർവേയിൽ അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന 64,006 കുടുംബങ്ങളെ കണ്ടെത്തി. ഇത് സംസ്ഥാന ജനസംഖ്യയുടെ ഏതാണ്ട് 0.2%. കുടുംബശ്രീ വഴി നടത്തിയ സർവേയിൽ 64,006 കുടുംബങ്ങളെ കണ്ടെത്തിയതിൽ മരിച്ചവരും സ്ഥലം മാറിപ്പോയവരുമായ 4,729 കുടുംബങ്ങൾ ഒഴികെയുള്ള 59,277 കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനായി സർക്കാർ ഇടപെട്ടത്. ഈ ഇടപെടലുകൾ എത്രത്തോളം ഫലപ്രദമായിരുന്നു എന്ന് തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്ന ഏജൻസി വഴി മുഴുവൻ കുടുംബങ്ങളിലും, അതായത് 59,277 കുടുംബങ്ങളിലും സർവേ നടത്തിയെന്നും തിരുത്തലുകൾ വരുത്തി എന്നുമാണ് സർക്കാരിന്റെ വിശദീകരണം. ഇതിൽ 1% തദ്ദേശ വകുപ്പിലെ ജില്ലാ, ബ്ലോക്ക് തല ഉദ്യോഗസ്ഥർ ചേർന്ന് സൂപ്പർ ചെക്ക് നടത്തി എന്നും തദ്ദേശ വകുപ്പ് വ്യക്തമാക്കുന്നു. ആദ്യഘട്ടത്തിലെ സർവേക്ക് ശേഷം കണ്ടെത്തിയ കുടുംബങ്ങളെ അതിദാരിദ്ര്യമുക്തമാക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തിയത്? ഓരോ കുടുംബത്തിനും വേണ്ടി വ്യക്തിഗത മൈക്രോ പ്ലാനുകൾ രൂപപ്പെടുത്തി. പാർപ്പിടമില്ലായ്മ, ഉപജീവന മാർഗത്തിലെ പ്രശ്നങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ മൂലമുള്ള അനാരോഗ്യം, രേഖകൾ ഇല്ലാത്തതിനാൽ സർക്കാർ ക്ഷേമ പദ്ധതികൾ ലഭിക്കാത്തത് തുടങ്ങി വിവിധങ്ങളായ കാര്യങ്ങളാണ് ഈ കുടുംബങ്ങളുടെ അതിദാരിദ്ര്യത്തിന് കാരണം എന്ന് കണ്ടെത്തി. EPEP പദ്ധതിയുടെ കീഴിൽ ഓരോ കുടുംബത്തിന്റെയും പ്രത്യേക ദാരിദ്ര്യ അവസ്ഥകൾക്ക് അനുസൃതമായി മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി നടപ്പിലാക്കി. ഈ പദ്ധതിയുടെ ഫലമായി 5,422 പുതിയ വീടുകൾ നിർമ്മിച്ചു. 439 കുടുംബങ്ങൾക്ക് 28.32 ഏക്കർ ഭൂമി ലഭ്യമാക്കി. 5,522 വീടുകൾ നവീകരിച്ചു. 34,672 കുടുംബങ്ങൾക്ക് അവിദഗ്ധ തൊഴിൽ മേഖല വഴി അധികമായി 77 കോടി രൂപ വരുമാനം നേടാൻ സഹായിച്ചു. 4,394 കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ വായ്പകൾ നൽകി. 579 വ്യക്തികൾക്ക് ആരോഗ്യ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. 7 പേർക്ക് അവയവ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് സഹായം നൽകി. 5,777 വ്യക്തികൾക്ക് പാലിയേറ്റീവ് കെയർ നൽകി. 29,427 കുടുംബങ്ങളിലെ 85,721 ആളുകൾക്ക് ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾ നൽകി. 2,210 കുടുംബങ്ങൾക്ക് പാചകം ചെയ്ത ഭക്ഷണം വിതരണം ചെയ്തു. 18,438 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ നൽകി. 20,600
48 കുടുംബങ്ങൾക്ക് മുടക്കമില്ലാതെ ഭക്ഷണം വിതരണം ചെയ്തു. കൂടാതെ 21,263 അടിയന്തര സേവനങ്ങളും രേഖകളുടെ വിതരണവും നടത്തി. 34,672 കുടുംബങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിൽ കാർഡുകൾ നൽകി. ഒരംഗം മാത്രമുള്ള 428 കുടുംബങ്ങളെയും ഒന്നിലധികം അംഗങ്ങളുള്ള 520 കുടുംബങ്ങളെയും സാമൂഹ്യ നീതി വകുപ്പിന്റെ ഷെൽട്ടർ ഹോമുകളിലാക്കി. 5,583 കുട്ടികൾക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകി. 2,323 കുട്ടികൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിച്ചു. ഇത്തരത്തിൽ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ 4.5 വർഷം നീണ്ട പ്രവർത്തനങ്ങളിലൂടെയാണ് അതിദാരിദ്ര്യമുക്ത കേരളം യാഥാർത്ഥ്യമാക്കിയത് എന്ന് സർക്കാർ അവകാശപ്പെടുന്നു. പ്രഖ്യാപനത്തിന് ശേഷം കേരളത്തിന്റെ അതിദാരിദ്ര്യമുക്ത പദവി നിലനിർത്താനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. പുതുതായി കണ്ടെത്തുന്ന അതിദരിദ്രർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ നിന്ന് പണം വകയിരുത്തണം. ഭക്ഷ്യക്കിറ്റുകളും ഇവർക്ക് നൽകും. അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിതരായ കുടുംബങ്ങളുടെ ക്ഷേമ ഓഡിറ്റ് 6 മാസത്തിലൊരിക്കൽ നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. ഇതിനായി വ്യക്തമായ മാർഗരേഖ പുറത്തിറക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നു. ഇനി അതിദാരിദ്ര്യമുക്ത കേരളം എന്ന സർക്കാരിന്റെ പ്രഖ്യാപനത്തിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങൾ എന്താണെന്ന് നോക്കാം. പാർപ്പിടം, ആരോഗ്യം, വരുമാനം എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തവരെയാണ് അതിദരിദ്രരായി കണക്കാക്കുന്നത്. ഇത്തരം ലക്ഷക്കണക്കിന് പേരാണ് കേരളത്തിൽ ഉള്ളത്. അർഹരായ പല കുടുംബങ്ങളെയും ഒഴിവാക്കിയാണ് ആദ്യഘട്ടത്തിൽ അതിദാരിദ്ര്യ പട്ടിക തയ്യാറാക്കിയത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ആദ്യ സർവേയിൽ 2,60,000 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്നത് മറച്ചുവെച്ച് എണ്ണം 64,006 ആയി കുറച്ചു. അങ്ങനെ കുറച്ച റിപ്പോർട്ടാണ് പ്രസിദ്ധീകരിച്ചത്. 64,006 പേരുടെ പട്ടിക എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് തയ്യാറാക്കിയത് എന്ന് സർക്കാർ വ്യക്തമാക്കണം എന്ന് പ്രതിപക്ഷം പറയുന്നു. ഇതിൽ ആസൂത്രണ ബോർഡിനും സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പിനും പങ്കുണ്ടോ? അവരുമായി കൂടിയാലോചിച്ചാണോ ഈ പട്ടിക തയ്യാറാക്കിയത് എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. 2021 പ്രകടന പത്രികയിൽ സംസ്ഥാനത്ത് പരമദരിദ്രരായ 4.5 ലക്ഷം പേരുണ്ടെന്ന് LDF പറഞ്ഞിട്ടുണ്ട്. ഈ 4.5 ലക്ഷം അതിദരിദ്രരുടെ എണ്ണം എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് 64,006 ആയി ചുരുക്കിയത് എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം അനുസരിച്ച് സംസ്ഥാനത്തെ അതിദരിദ്രരായ 5,91,194 പേർക്ക് മഞ്ഞ കാർഡ് നൽകിയിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി തന്നെ നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയതായി പ്രതിപക്ഷം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവരെല്ലാം അതിദാരിദ്ര്യത്തിൽ നിന്ന് മാറിയോ? അങ്ങനെ മാറിയെങ്കിൽ കേന്ദ്രം നൽകുന്ന റേഷൻ വിഹിതം ഉൾപ്പെടെ ഇല്ലാതാകില്ലേ എന്നും പ്രതിപക്ഷം ചോദിക്കുന്നു. അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിൽ സുപ്രധാന ഘടകം സ്വന്തമായി ഭൂമിയും കെട്ടുറപ്പുള്ള വീടുമാണ്. ഇപ്പോൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 64,006 കുടുംബങ്ങളിൽ എല്ലാവർക്കും വീട് നൽകിയോ? 10 വർഷത്തിനിടെ ലൈഫ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 5,91,368 പേരിൽ 4,62,307 പേർക്ക് മാത്രമാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയത്. ബാക്കിയുള്ളതിൽ 30,000-ഓളം SC കുടുംബങ്ങളും 8,000-ഓളം ST കുടുംബങ്ങളുമുണ്ട്. ഇവർക്കെല്ലാവർക്കും വീട് നൽകിയോ എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. പ്രതിപക്ഷം ഭരിച്ചിരുന്ന സർക്കാരിന്റെ കാലത്ത് അഗതികൾക്കായുള്ള ആശ്രയ പദ്ധതിയിൽ 1.5 ലക്ഷം പേർ ഉണ്ടായിരുന്നു. ആ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നവരുടെയും എണ്ണം കുറഞ്ഞത് എങ്ങനെയാണ്? 2011 സെൻസസ് പ്രകാരം 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി 4.85 ലക്ഷം ആദിവാസികൾ കേരളത്തിലുണ്ട്. ഇതിൽ 6,400 കുടുംബങ്ങൾ മാത്രമാണ് സർക്കാർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഉള്ളത്. ബാക്കിയുള്ളവരെല്ലാം സമ്പന്നരാണോ? അവരെല്ലാം വിദ്യാഭ്യാസ, പാർപ്പിട, ആരോഗ്യ, ഭക്ഷണ കാര്യങ്ങളിൽ സുരക്ഷിതരാണോ എന്നും പ്രതിപക്ഷം ചോദിക്കുന്നു. ഇതെല്ലാമാണ് പ്രധാന വിമർശനങ്ങൾ.